ഹായ് ആൾ, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. PSC മുൻവർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളും അതുമായി റിലേറ്റഡ് ഫാക്ട്സുമാണ് നോക്കുന്നത്. ക്വസ്റ്റ്യനിലേക്ക് പോവാം. പശ്ചിമഘട്ട മലനിരകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കസ്തൂരിരംഗൻ റിപ്പോർട്ട് സമർപ്പിച്ചത് ഏത് വർഷമാണ്? പശ്ചിമഘട്ട മലനിരകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കസ്തൂരിരംഗൻ റിപ്പോർട്ട് സമർപ്പിച്ചത് ഏത് വർഷമാണ്? 2013. കസ്തൂരിരംഗൻ റിപ്പോർട്ട് സമർപ്പിച്ചത് 2013. പശ്ചിമഘട്ടം കടന്നുപോകുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം 6. പശ്ചിമഘട്ടം കടന്നുപോകുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം 6. പശ്ചിമഘട്ടത്തിൻ്റെ നീളം 1600 കിലോമീറ്റർ. പശ്ചിമഘട്ടത്തിൻ്റെ നീളം 1600 കിലോമീറ്റർ. പശ്ചിമഘട്ടത്തിലെ ചുരങ്ങളുടെ എണ്ണം 16. പശ്ചിമഘട്ടത്തിലെ ചുരങ്ങളുടെ എണ്ണം 16. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി. ആനമുടിയുടെ ഉയരം 2695 മീറ്റർ, അതായത് 8842 ഫീറ്റ്. ആനമുടിയുടെ ഉയരം 2695 മീറ്റർ, 8842 ഫീറ്റ്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പശ്ചിമഘട്ടത്തിൻ്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് പഠിക്കാൻ 2010 നിയോഗിച്ച കമ്മിറ്റി ഗാഡ്ഗിൽ കമ്മിറ്റി. കേന്ദ്ര ഗവൺമെൻറ് പശ്ചിമഘട്ടത്തിൻ്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് പഠിക്കാൻ 2010 നിയോഗിച്ച കമ്മിറ്റി ഗാഡ്ഗിൽ കമ്മിറ്റി. അപ്പോൾ പശ്ചിമഘട്ടം കടന്നുപോകുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം 6. പശ്ചിമഘട്ടത്തിൻ്റെ നീളം 1600 കിലോമീറ്റർ. പശ്ചിമഘട്ടത്തിലെ ചുരങ്ങളുടെ എണ്ണം 16. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി. ആനമുടിയുടെ ഉയരം 2695 മീറ്റർ, അഥവാ 8842 ഫീറ്റ്. കേന്ദ്ര ഗവൺമെൻറ് പശ്ചിമഘട്ടത്തിൻ്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് പഠിക്കാൻ 2010 നിയോഗിച്ച കമ്മിറ്റി ഗാഡ്ഗിൽ കമ്മിറ്റി. ഗാഡ്ഗിൽ കമ്മിറ്റിക്ക് നേതൃത്വം നൽകിയത് പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ. ഗാഡ്ഗിൽ കമ്മിറ്റിക്ക് നേതൃത്വം നൽകിയത് പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ. ഗാഡ്ഗിൽ കമ്മിറ്റി അറിയപ്പെടുന്നത് വെസ്റ്റേൺ ഗട്ടസ് ഇക്കോളജി, അതുപോലെ എക്സ്പേർട്ട് ചാനൽ. ഗാഡ്ഗിൽ കമ്മിറ്റി അറിയപ്പെടുന്നത് വെസ്റ്റേൺ ഗട്ടസ് ഇക്കോളജി, അതുപോലെ എക്സ്പേർട്ട് ചാനൽ. ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചത് 2011 ഓഗസ്റ്റ് 31. ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചത് 2011 ഓഗസ്റ്റ് 31. ന്യൂച്ചറിംഗ് ബയോഡൈവേഴ്സിറ്റി ആൻഡ് ഇന്ത്യൻ അജണ്ട എന്ന പുസ്തകം എഴുതിയത് മാധവ് ഗാഡ്ഗിൽ. ന്യൂച്ചറിംഗ് ബയോഡൈവേഴ്സിറ്റി ആൻഡ് ഇന്ത്യൻ അജണ്ട എന്ന പുസ്തകം എഴുതിയത് മാധവ് ഗാഡ്ഗിൽ. അപ്പോൾ ഗാഡ്ഗിൽ കമ്മിറ്റിക്ക് നേതൃത്വം നൽകിയത് പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ. ഗാഡ്ഗിൽ കമ്മിറ്റി അറിയപ്പെടുന്നത് വെസ്റ്റേൺ ഗട്ടസ് ഇക്കോളജി, അതുപോലെ എക്സ്പേർട്ട് ചാനൽ. ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചത് 2011 ഓഗസ്റ്റ് 31. ന്യൂച്ചറിംഗ് ബയോഡൈവേഴ്സിറ്റി ആൻഡ് ഇന്ത്യൻ അജണ്ട എന്ന പുസ്തകം എഴുതിയത് മാധവ് ഗാഡ്ഗിൽ. ഗാഡ്ഗിൽ കമ്മിറ്റിയെക്കുറിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മിറ്റിയാണ് കസ്തൂരിരംഗൻ കമ്മിറ്റി. ഗാഡ്ഗിൽ കമ്മിറ്റിയെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മിറ്റി കസ്തൂരിരംഗൻ കമ്മിറ്റി. കസ്തൂരിരംഗൻ റിപ്പോർട്ട് സമർപ്പിച്ചത് 2003 ഏപ്രിലാണ്. കസ്തൂരിരംഗൻ റിപ്പോർട്ട് സമർപ്പിച്ചത് 2013 ഏപ്രിൽ. കസ്തൂരിരംഗൻ റിപ്പോർട്ട് പ്രകാരം പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതി ലോല വില്ലേജുകളുടെ എണ്ണം 123. കസ്തൂരിരംഗൻ റിപ്പോർട്ട് പ്രകാരം പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതി ലോല വില്ലേജുകളുടെ എണ്ണം 123. കസ്തൂരിരംഗൻ റിപ്പോർട്ടിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി കേരള ഗവൺമെൻറ് നിയമിച്ച കമ്മിറ്റിയാണ് ഉമ്മൻ വി കമ്മിറ്റി. കസ്തൂരിരംഗൻ റിപ്പോർട്ടിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി കേരള ഗവൺമെൻറ് നിയമിച്ച കമ്മിറ്റി ഉമ്മൻ കമ്മിറ്റി. പശ്ചിമഘട്ടത്തെ യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം 2012. പശ്ചിമഘട്ടത്തെ യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം 2012. അപ്പോൾ ഗാഡ്ഗിൽ കമ്മിറ്റിയെക്കുറിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മിറ്റി കസ്തൂരിരംഗൻ കമ്മിറ്റി. കസ്തൂരിരംഗൻ റിപ്പോർട്ട് സമർപ്പിച്ചത് 2013 ഏപ്രിൽ. കസ്തൂരിരംഗൻ റിപ്പോർട്ട് പ്രകാരം പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതി ലോല വില്ലേജുകളുടെ എണ്ണം 123. കസ്തൂരിരംഗൻ റിപ്പോർട്ടിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി കേരള ഗവൺമെൻറ് നിയമിച്ച കമ്മിറ്റിയാണ് ഉമ്മൻ കമ്മിറ്റി. പശ്ചിമഘട്ടത്തെ യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം 2012. പശ്ചിമഘട്ടം കടന്നുപോകുന്ന സംസ്ഥാനങ്ങളാണ് ഗുജറാത്ത്, ഗോവ, മഹാരാഷ്ട്ര, കർണാടക, കേരളം, തമിഴ്നാട്. 6 സംസ്ഥാനങ്ങൾ. പശ്ചിമഘട്ടം കടന്നുപോകുന്ന സംസ്ഥാനങ്ങൾ ഗുജറാത്ത്, ഗോവ, മഹാരാഷ്ട്ര, കർണാടക, കേരളം, തമിഴ്നാട്. അടുത്ത ക്വസ്റ്റ്യൻ, ത്രിതല പഞ്ചായത്തിൽ പെടാത്തത് ഏത്? ത്രിതല പഞ്ചായത്തിൽ പെടാത്തത് ഏത്? താലൂക്ക്. ത്രിതല പഞ്ചായത്തിൽ പെടാത്തത് താലൂക്ക്.
ഇന്ത്യയിൽ ത്രിതല പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വരാൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. ഇന്ത്യയിൽ ത്രിതല പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വരാൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയെ നിയോഗിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയെ നിയോഗിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. പഞ്ചായത്തി രാജിന് ആ പേര് നിർദ്ദേശിച്ചത് ജവഹർലാൽ നെഹ്റു. പഞ്ചായത്തി രാജിന് ആ പേര് നിർദ്ദേശിച്ചത് ജവഹർലാൽ നെഹ്റു. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്നിങ്ങനെയാണ് ത്രിതല പഞ്ചായത്തി രാജ് സംവിധാനം. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്നിങ്ങനെയാണ് ത്രിതല പഞ്ചായത്തി രാജ് സംവിധാനം. അപ്പോൾ ഇന്ത്യയിൽ ത്രിതല പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വരാൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയെ നിയോഗിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. പഞ്ചായത്തി രാജിന് ആ പേര് നിർദ്ദേശിച്ചത് ജവഹർലാൽ നെഹ്റു. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്നിങ്ങനെയാണ് ത്രിതല പഞ്ചായത്തി രാജ് സംവിധാനം. പഞ്ചായത്തി രാജിൻ്റെ പിതാവ് ബൽവന്ത് റായ് മേത്ത. പഞ്ചായത്തി രാജിൻ്റെ പിതാവ് ബൽവന്ത് റായ് മേത്ത. മണ്ഡൽ പഞ്ചായത്ത് എന്ന ആശയം അവതരിപ്പിച്ചത് അശോക് മേത്ത കമ്മിറ്റി. മണ്ഡൽ പഞ്ചായത്ത് എന്ന ആശയം അവതരിപ്പിച്ചത് അശോക് മേത്ത കമ്മിറ്റി. കമ്മിറ്റി ഓൺ പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് അശോക് മേത്ത കമ്മിറ്റിയാണ്. കമ്മിറ്റി ഓൺ പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് അശോക് മേത്ത കമ്മിറ്റി. അശോക് മേത്ത കമ്മിറ്റിയെ നിയോഗിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി മൊറാർജി ദേശായി. അശോക് മേത്ത കമ്മിറ്റിയെ നിയോഗിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി മൊറാർജി ദേശായി. അശോക് മേത്ത കമ്മിറ്റിയിൽ അംഗമായിരുന്ന മലയാളി EMS. അശോക് മേത്ത കമ്മിറ്റിയിൽ അംഗമായിരുന്ന മലയാളി EMS. പഞ്ചായത്തി രാജിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ബൽവന്ത് റായ് മേത്ത. മണ്ഡൽ പഞ്ചായത്ത് എന്ന ആശയം അവതരിപ്പിച്ചത് അശോക് മേത്ത കമ്മിറ്റി. കമ്മിറ്റി ഓൺ പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് അശോക് മേത്ത കമ്മിറ്റി. അശോക് മേത്ത കമ്മിറ്റിയെ നിയോഗിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി മൊറാർജി ദേശായി. അശോക് മേത്ത കമ്മിറ്റിയിൽ അംഗമായിരുന്ന മലയാളി EMS. പഞ്ചായത്തി രാജിന് ഭരണഘടനാ സാധ്യത നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി LM സിംഗ്വി കമ്മിറ്റി. പഞ്ചായത്തി രാജിന് ഭരണഘടനാ സാധ്യത നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി LM സിംഗ്വി കമ്മിറ്റി. LM സിംഗ്വി കമ്മിറ്റിയെ നിയമിച്ച പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി. LM സിംഗ്വി കമ്മിറ്റിയെ നിയമിച്ച പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി. പഞ്ചായത്തി രാജുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി 73-ാം ഭേദഗതി 1992. പഞ്ചായത്തി രാജുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി 73-ാം ഭേദഗതി. പഞ്ചായത്തി രാജ് നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നത് 1993 ഏപ്രിൽ 24. പഞ്ചായത്തി രാജ് നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നത് 1993 ഏപ്രിൽ 24. അപ്പോൾ പഞ്ചായത്തി രാജിന് ഭരണഘടനാ സാധ്യത നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി LM സിംഗ്വി കമ്മിറ്റി. LM സിംഗ്വി കമ്മിറ്റിയെ നിയമിച്ച പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി. പഞ്ചായത്തി രാജുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി 73-ാം ഭേദഗതി. പഞ്ചായത്തി രാജ് നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നത് 1993 ഏപ്രിൽ 24. പഞ്ചായത്തി രാജ് ദിനം ഏപ്രിൽ 24. പഞ്ചായത്തി ദിനം ഏപ്രിൽ 24. പഞ്ചായത്തി രാജ് നിയമം പാസാക്കിയ സമയത്തെ പ്രധാനമന്ത്രി നരസിംഹറാവു. പഞ്ചായത്തി രാജ് നിയമം പാസാക്കിയ സമയത്തെ പ്രധാനമന്ത്രി നരസിംഹറാവു. കേരളത്തിൽ അധികാര വികേന്ദ്രീകരണത്തെക്കുറിച്ച് പഠിക്കാൻ നിയമിക്കപ്പെട്ട കമ്മിറ്റിയാണ് സെൻ കമ്മിറ്റി. കേരളത്തിൽ അധികാര വികേന്ദ്രീകരണത്തെക്കുറിച്ച് പഠിക്കാൻ നിയമിക്കപ്പെട്ട കമ്മിറ്റി സെൻ കമ്മിറ്റി. പഞ്ചായത്തി രാജ് നിയമം കേരളത്തിൽ നിലവിൽ വന്നത് 1994 ഏപ്രിൽ 23. പഞ്ചായത്തി രാജ് നിയമം കേരളത്തിൽ നിലവിൽ വന്നത് 1994 ഏപ്രിൽ 23. അപ്പോൾ പഞ്ചായത്തി രാജ് ദിനം ഏപ്രിൽ 24. പഞ്ചായത്തി രാജ് നിയമം പാസാക്കിയ സമയത്തെ പ്രധാനമന്ത്രി നരസിംഹറാവു. കേരളത്തിൽ അധികാര വികേന്ദ്രീകരണത്തെക്കുറിച്ച് പഠിക്കാൻ നിയമിക്കപ്പെട്ട കമ്മിറ്റി സെൻ കമ്മിറ്റി. പഞ്ചായത്തി രാജ് നിയമം കേരളത്തിൽ നിലവിൽ വന്നത് 1994 ഏപ്രിൽ 23.